അല്പസമയത്തെ വചന ധ്യാനത്തിനായി ഹഗായിയുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹഗായിയുടെ പുസ്തകം 1-ാം അധ്യായം. അതിൻ്റെ ചില വാക്യങ്ങൾ, പ്രാരംഭത്തിലെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദാര്യാവേശ് രാജാവിൻ്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായ ശെയല്തീയേലിൻ്റെ മകനായ സെരുബ്ബാബേലിനും മഹാപുരോഹിതനായി യഹോസദാക്കിൻ്റെ മകനായ യോശുവായ്ക്കും ഉണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുക. ഈ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും നാം വായിച്ച അവസാനത്തെ വാക്യം, അതിൽ പറയുന്നു: നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുക. കൺസിഡർ യുവർ വേസ് എന്ന് പറയുമ്പോൾ, ഇവിടെ ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോടായി പറയുകയാണ്: നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇവാലുവേറ്റ് യുവർ ലൈഫ്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പോകണം. പലപ്പോഴും നമ്മൾ ഈ പ്രവാചക പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം, ദൈവം എന്താണ്, യഹോവയായ ദൈവം എന്താണ് ഇവരോട് ആവശ്യപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹഗായി പ്രവാചകൻ പ്രവാസത്തിന് ശേഷമുള്ള പ്രവാചകൻ എന്ന് പറയുമ്പോൾ, ഇസ്രായേലിലെ പ്രവാചകന്മാരെ, പ്രവചന പുസ്തകങ്ങൾ നാം ബൈബിളിൽ കാണുന്ന പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ, അത് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കുവാൻ കഴിയും. ഒന്ന്, ബാബിലോണിയ പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാർ. 2, ബാബിലോണിയ പ്രവാസത്തിന് ശേഷമുള്ള പ്രവാചകന്മാർ. അപ്പോൾ ഹഗായി പുസ്തകം, ഹഗായി മുതൽ മലാക്കി വരെ, ഹഗായി, സഖറിയ, മലാക്കി, ഈ 3 പുസ്തകങ്ങളും ബാബിലോണിയ പ്രവാസത്തിന് ശേഷം എഴുതപ്പെട്ട പുസ്തകമാണ്. പലപ്പോഴും പൊതുവെ വിശ്വാസികൾക്ക് അധികം മനസ്സിലാക്കുവാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ ഒന്നാണ്, പലപ്പോഴും ഞങ്ങൾ പ്രസംഗിക്കുമ്പം ഇസ്രായേൽ എന്ന് പറയും, യഹൂദ എന്ന് പറയും, പിന്നെ ഡേറ്റുകൾ പറയുമ്പോൾ BC അല്ലെങ്കിൽ യേശുവിന് മുമ്പുള്ള കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ, ആ ഡേറ്റ് സഹിതം പറയുമ്പോൾ പലപ്പോഴും നമുക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നത്. കാരണം നമ്മൾ യേശു ജനിച്ചതിന് ശേഷം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഡേറ്റ് AD, അപ്പോൾ 1, 2, 3 എന്നുള്ള രീതിയിൽ പോകുമ്പോൾ BC നാം കണക്കാക്കുമ്പോൾ, കാരണം ഞാൻ കുറച്ച് ഡേറ്റുകൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നുണ്ട്, അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ BC എന്ന് പറയുമ്പോൾ നമ്മൾ 10, 9, 8, 7 എന്ന് പറയുന്നതിന് തുല്യമായ ഡേറ്റുകൾ പുറകോട്ടാണ്. അങ്ങനെ പുറകോട്ട് വന്ന് ADയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബേൽ പ്രവാസത്തിന് ശേഷമുള്ള പ്രവാചക പുസ്തകമാണ്, അല്ലെങ്കിൽ പ്രവാചകനാണ് ഹഗായി. അപ്പോൾ ഇസ്രായേലിൻ്റെ അല്പം ചരിത്രം നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം. ആ ചരിത്രം നമുക്കറിയാം. ഇസ്രായേൽ ഒരു രാഷ്ട്രമായി തീർന്നു, ഒരു രാജ്യമായി തീർന്നു
ദാവീദ്, സോളമൻ, ഇവരുടെ 3 കാലഘട്ടത്തിലും ഈ 3 രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ഇസ്രയേൽ ഒറ്റ രാഷ്ട്രമായിരുന്നു. അന്ന് ഇസ്രയേലിനെ അറിയപ്പെട്ടത് ഇസ്രയേൽ. അതിനുശേഷം സോളമൻ രാജാവിൻ്റെ കാലത്തിന് ശേഷം തൻ്റെ മകൻ്റെ കാലത്ത് ഈ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. അത് 10 ഗോത്രങ്ങൾ അടങ്ങുന്ന ഇസ്രയേലും 2 രാഷ്ട്രങ്ങൾ അടങ്ങുന്ന യഹൂദയും. ഇസ്രയേലിനെ നോർത്തേൺ കിങ്ഡം, അതിന് ഇസ്രയേൽ എന്നറിയപ്പെടുവാൻ കാരണം 10 ഗോത്രം അതിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് അതിനെ ഇസ്രയേൽ എന്നറിയപ്പെടും. പിന്നുള്ളത് 2 രാഷ്ട്രങ്ങൾ, 2 രാജ്യങ്ങൾ, 2 ഗോത്രം, 2 രാജ്യമല്ല 2 ഗോത്രം. അതിനെ സദേൺ കിങ്ഡം അല്ലെങ്കിൽ യഹൂദ എന്ന പേര് അറിയപ്പെടും. അതിനകത്ത് 2 ഗോത്രങ്ങളുള്ളൂ, 2 ഗോത്രങ്ങൾ. ഒന്ന് യഹൂദ ഗോത്രവും രണ്ടാമത് ബെന്യാമീൻ ഗോത്രം. അപ്പോൾ ആദ്യം ഇറ്റ് വാസ് എ യുണൈറ്റഡ് കിങ്ഡം. പിന്നെ സോളമന് ശേഷം അത് 2ആയി വിഭാജിക്കപ്പെട്ടു. ഇസ്രയേൽ എന്നും ഇസ്രയേലിൻ്റെ ക്യാപിറ്റലായി ശമരിയയും മറ്റേത് യഹൂദ രാഷ്ട്രമെന്നും യഹൂദയുടെ ക്യാപിറ്റലായി യെരുശലേം. ഇതായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം. അതിനുശേഷം നാം നോക്കുമ്പോൾ BC 722 കാലഘട്ടത്തിൽ ഇസ്രയേൽ അസീരിയയിലേക്ക് അല്ലെങ്കിൽ അശൂർ രാജാവ് ഇസ്രയേലിനെ ബന്ദികളാക്കി ഇസ്രയേൽ പ്രവാസത്തിലേക്ക് കടന്നുപോയി. BC 722. അതിനുശേഷം നാം കാണുന്നത് യഹൂദ രാജ്യത്തെ അല്ലെങ്കിൽ യഹൂദ രാഷ്ട്രത്തെയാണ് നാം കാണുന്നത്. ഈ യഹൂദ രാഷ്ട്രത്തിലും നാം വായിച്ചു വരുമ്പോൾ, ചരിത്രം നോക്കുമ്പോൾ BC 605 കാലഘട്ടത്തിൽ നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിനെതിരായി കടന്നു വന്ന് അതിനെ ഉപരോധിക്കുവാനിടയായിട്ടുണ്ട്. ഉപരോധിച്ചതിന് ശേഷം ആദ്യമായി ഒരു കൂട്ടം ആൾക്കാരെ ബന്ദികളാക്കി ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ദാനിയേലുണ്ട്. ആ കൂട്ടത്തിലാണ് ദാനിയേൽ നാം വായിക്കത്തില്ല. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ഈ ദാനിയേൽ ഇവരെല്ലാം ആ കൂട്ടത്തിലുണ്ടാകും. അങ്ങനെ 3 ഘട്ടങ്ങളായി ബാബിലോണിയൻ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസർ ഈ യഹൂദ ഗോത്രത്തിൽ അല്ലെങ്കിൽ യഹൂദ രാജ്യത്തിൽ നിന്നും ആളുകളെ ബന്ദികളാക്കി പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അതിൽ ഏറ്റവും അവസാനമായി നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് 586 BC 586 നെബൂഖദ്നേസർ വീണ്ടും കടന്നു വന്ന് യെരുശലേം നഗരത്തെ അതിൻ്റെ ചുറ്റിലുമുള്ള മതിലുകൾ ഇടിച്ചു തകർത്തു. യെരുശലേം ദേവാലയവും തകർത്ത് അതിനകത്തുണ്ടായിരുന്ന സകല ദൈവത്തെ ആരാധിപ്പാൻ ഉപയോഗിച്ചിരുന്ന സകല പാത്രങ്ങളും ഉപകരണങ്ങളും തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം വളരെ വ്യക്തമായി യഹൂദ ജനത്തോടായി ദൈവം വിവരിച്ചു പറഞ്ഞിരുന്നു. അന്ന് ദൈവം യഹൂദ ജനത്തോടായി പലപ്പോഴായി ദൈവത്തിൻ്റെ ദാസന്മാരെ അയച്ചുകൊണ്ട്, പ്രത്യേകിച്ചും യെരമ്യാ പ്രവാചകന്റെ ശുശ്രൂഷ അന്ന് ഈ ജനത്തിൻ്റെ ഒരു മനംതിരിവിന് വേണ്ടിയുള്ള ഒരു പ്രവചന പുസ്തകമായി നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും നാം ചിന്തിക്കും, എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ മക്കളെ ഇങ്ങനെ പ്രവാസത്തിലേക്ക് അയച്ചത്? നാം രാജാക്കന്മാരുടെ പുസ്തകവും ശമൂവേലിൻ്റെ പുസ്തകവും അതുപോലെ തന്നെ ക്രോണിക്കിൾസ്, ദിനവൃത്താന്ത പുസ്തകങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അവിടെ പലപ്പോഴായി ദൈവവചനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനം അവർ വാഗ്ദത്ത നാട്ടിൽ കടന്നു വന്ന് അവിടെ സെറ്റിൽഡായി ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ
അവിടുത്തെ സ്ഥാനീയരായിട്ടുള്ള കനാന്യ ദേവന്മാരുടെ ആരാധന, അതിനെ ആരാധിക്കുവാനും അതിനെ പിൻപറ്റുവാനും തുടങ്ങി. അപ്പോൾ യെരമ്യാ പ്രവചനത്തിൽ ഈ ബാബേൽ പ്രവാസത്തിനോട് അനുബന്ധിച്ച് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി, ബാബേൽ പ്രവാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായി യെരമ്യാ പ്രവാചകൻ 25-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 70 വർഷം പ്രവാസികളായി ബാബേലിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുമെന്നുള്ളത്. പലപ്പോഴും ഈ ശത്രുക്കൾ ഇസ്രായേലിയരെ അല്ലെങ്കിൽ യഹൂദ്യരെ, ദൈവത്തിൻ്റെ ജനങ്ങളെ കീഴ്പ്പെടുത്തുവാനും പ്രവാസികളായി കൊണ്ടുപോകുവാനായുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ യഹൂദ ജനം ദൈവത്തെ വിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയത് നിമിത്തം പലപ്പോഴും ശത്രു രാജ്യത്തെ ദൈവം തന്നെ വിളിച്ചു വരുത്തിയതാണ്. ദൈവം തന്നെ വിളിച്ചു വരുത്തി. ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജനം മനം തിരിഞ്ഞ് വീണ്ടും യഹോവയായ ദൈവത്തിലേക്ക് തിരിയണമെന്ന ഉദ്ദേശത്തോടു കൂടി ദൈവം ശത്രുരാജ്യത്തെ തൻ്റെ മക്കളുടെ ഇടയിലേക്ക് പലപ്പോഴും അയച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നാം ചിന്തിച്ചു വന്ന ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, BC 586 യെരുശലേം നഗരം നശിക്കപ്പെട്ടു. യെരുശലേമിലുള്ള ദൈവത്തിൻ്റെ ദേവാലയം പൂർണ്ണമായി തകർക്കപ്പെട്ടു. അവിടുന്ന് ജനങ്ങളെ പ്രവാസത്തിലേക്ക്, ബാബിലോണിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം 70 സംവത്സരം തീരാറാകുന്നതിന് മുമ്പ് ബാബിലോണിയ സാമ്രാജ്യം, നെബൂഖദ്നേസർ രാജാവായിരുന്ന ബാബിലോണിയ സാമ്രാജ്യം അതിൻ്റെ ശക്തി ക്ഷയിക്കുവാനും മേദ്യ പേർഷ്യ അല്ലെങ്കിൽ മേദ്യരുടെയും പാർസിയുടെയും, മലയാളത്തിൽ പാർസിയും രാജാക്കന്മാർ അവരെ കീഴടക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ പാർസി രാജാവായിരിക്കുന്ന അല്ലെങ്കിൽ പേർഷ്യൻ രാജാവായിരിക്കുന്ന കോരസിൻ്റെ സമയത്ത് കോരസ് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ്. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ ഞാനിങ്ങനെ ചരിത്രം പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. 1-2 വാക്യം നമുക്ക് വായിക്കാം. ഒന്ന് യെശയ്യാ പ്രവചനം 44-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഒന്ന് വായിച്ച. യെശയ്യാ പ്രവചനം 44-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. ഓക്കെ, ഇവിടെ പറയുകയാണ്, കോരസ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരുശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. നമ്മൾ ഈ ബൈബിൾ പഠിച്ചു വരുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതെന്താണെന്ന് ചോദിച്ചാൽ, ചരിത്രം നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ. ചിലർ വളരെ എന്താ പറയുക, മലയാളം കറക്റ്റാ വാക്കിന് പോകുന്നില്ല. ചിലർ വളരെ രസകരമായി അതിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവമാണ് ആക്ച്വലി ഹിസ്റ്ററിയുടെ ചരിത്രത്തെ തിരിക്കുന്ന വ്യക്തി. അതുകൊണ്ട് വളരെ രസകരമായി ഹിസ്റ്ററി എന്ന ആ വാക്കിനെ തന്നെ എടുത്തുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, ഹിസ്റ്ററി ഈസ് ആക്ച്വലി ഹിസ് സ്റ്റോറി. ഹിസ് മീൻസ് ദ ബിഗ് ഹിസ്, HIS എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, ചരിത്രം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവം ഈ ലോകത്തിൽ താൻ തന്നെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന പ്രവൃത്തികളുടെ ഒരു വെളിപ്പെടുത്തലാണ് ചരിത്രം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഈ വായിച്ച വാക്യത്തിൽ നാം വായിക്കുന്ന യെശയ്യാ പ്രവചനത്തിൽ ആ 44-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, കോരസിനെ കുറിച്ച് പറയുമ്പോൾ, ഇത് യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാ പ്രവാചകൻ ഈ സംഭവം നടക്കുന്നതിന് 175 വർഷം മുമ്പേ പ്രവചിച്ച ഒരു പ്രവചനമാണ്. എന്താണ് ആ പ്രവചനത്തിൽ പറയുന്നത്?
ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദാജനം ബാബേൽ പ്രവാസത്തിൽ പോകും. ആ പോകുന്ന ബാബേൽ പ്രവാസികളെ കോരസ് എന്ന രാജാവ് അവരെ അവിടെ നിന്ന് വിടുവിക്കുമെന്നുള്ള കാര്യം 175 വർഷം മുമ്പേ കർത്താവിൻ്റെ ദാസനിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. ഇത് തന്നെ എന്താ പറയുന്നത്? ഇത് തന്നെ കാണിക്കുന്നത് ഈ ബൈബിൾ സത്യവേദ പുസ്തകമാണ്. ഹല്ലേലൂയ. ഇതിൽ എഴുതിയിരിക്കുന്നത് ഒന്നും തന്നെ നിവൃത്തിയാകാതെ പോകുകയില്ല. അതിൻ്റെ അടുത്തൊരു ഉദാഹരണമാണ് യെരമ്യാ പ്രവചനത്തിൽ. ഈ പ്രവാസം തുടങ്ങുന്നതിന് മുമ്പേ പ്രസ്താവിച്ചു, യഹൂദാജനം 70 സംവത്സരം ബാബേലിൽ പ്രവാസികളായിരിക്കുമെന്ന് പ്രവാസം തുടങ്ങുന്നതിന് മുമ്പേ യെരമ്യാ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞു. അന്ന് ആക്ച്വലി യെരമ്യാ പ്രവാചകൻ പ്രവചിക്കുന്ന സമയത്ത് വേറെയും പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ പ്രവചിച്ചു, ഒന്നും വരുത്തില്ല, ഇവിടെ നല്ല സുഖമാണ്, ഇവിടെ സമൃദ്ധിയുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് അവർ പ്രവചിക്കുന്ന സമയത്ത് നാം പ്രവാചക പുസ്തകം വായിക്കുമ്പോൾ അവിടെ സത്യത്തിൽ ദൈവം യെരൂശലേമിലെ ദേവാലയത്തിൽ നിന്നും ഇറങ്ങിപ്പോയതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല. പക്ഷേ കുറേ കള്ളപ്രവാചകന്മാർ പ്രവചിച്ച് പറയുകയാണ് നമുക്കിവിടെ സമൃദ്ധിയെ ഉണ്ടാകുകയുള്ളൂ. എനിവേ, നമ്മൾ വായിച്ച ആ ഭാഗത്തേക്ക് പെട്ടെന്ന് വരാം. അപ്പോൾ ഈ പ്രവാസികൾക്ക് തിരികെ പോകുവാനായി കോരശ രാജാവ് വിളംബരം കൊടുത്തപ്പോൾ ഏകദേശം 50,000 യഹൂദ്യർ അവിടെ നിന്നും ബാബേലിൽ നിന്നും യെരൂശലേമിലേക്കായി കടന്നു. ഈ കടന്നു വന്നതിൽ അവരെ ആക്ച്വലി ഈ നമ്മൾ വായിച്ച ഹഗ്ഗായി പുസ്തകത്തിൽ അവരെ ശേഷിപ്പെന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കടന്നു വന്നവരെല്ലാം അവിടുന്ന് കടന്നു വന്നതെല്ലാം പാവപ്പെട്ട യഹൂദന്മാരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യെരമ്യാ പുസ്തകത്തിലും യെരമ്യാ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ വളരെ വ്യക്തമായി യഹൂദന്മാരോട് പറഞ്ഞു, യഹൂദ്യരോട് പറഞ്ഞു, നിങ്ങളവിടെ പോകുമ്പോൾ നിങ്ങളവിടെ സെറ്റിൽ ഡൗൺ ആയിക്കോണം. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വരത്തില്ല. നിങ്ങളവിടെ താമസിച്ച് വ്യാപാരം ചെയ്ത് സെറ്റിൽ ഡൗൺ ആയിക്കോ. കാരണം 70 വർഷം വരെ നിങ്ങളവിടെ താമസിക്കേണ്ടതാണ്. 70 വർഷത്തിന് ശേഷം ഞാൻ സന്ദർശിക്കും, നിങ്ങളെ വീണ്ടും ഈ ദേശത്തേക്ക് കൊണ്ടുവരും. പക്ഷേ അവിടെ പോയവർ തിരിച്ചു വരാൻ സമയമായപ്പോഴെന്താ ചെയ്തത്? അതിനകത്ത് അധികം പേരും അവിടെ ബിസിനസ് ചെയ്ത് സെറ്റിൽ ഡൗൺ ആയിത്തീർന്നു. ഇപ്പോൾ തിരികെ വന്ന ഒരു കൂട്ടം ശേഷിപ്പെന്ന് പറയുന്നത് 50,000-ഓളമുള്ള അധികം കാശൊന്നുമില്ലാത്ത പാവങ്ങളാണ് തിരിച്ചു വന്നു. അപ്പോൾ ഇവർ കടന്നു വന്നു. 539 കാലഘട്ടത്തിൽ, BC 539 കാലഘട്ടത്തിൽ അവർ യെരൂശലേം മന്ദിരം പണിയുവാനായി അടിസ്ഥാനമിട്ടു. അവർ അടിസ്ഥാനമിട്ടു പണി തുടങ്ങിയപ്പോൾ എതിർപ്പുകൾ കടന്നു വരുവാനിടയായിത്തീർന്നു. അവിടെ അതിനടുത്ത് സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കുന്ന ശമര്യക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ കൂടെ ഈ ദേവാലയം പണിയുന്നതിൽ ഞങ്ങളും സഹായിക്കാം. പക്ഷേ സെരുബാബേലും കൂട്ടരും പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ തന്നെ ആലയം പണിയാം. അപ്പോൾ ഇവർ ഈ ആലയം പണിയുന്നത് നിർത്തിവെക്കാനുള്ള കാരണം, ഒന്ന്, എതിർപ്പ് തുടങ്ങി. അതിനുശേഷം നാം ഈ അധ്യായം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, രണ്ടാമതായി അവരുടെ മനസ്സിൽ വേറൊരു വിചാരം വന്നു. ആദ്യം സോളമൻ പണിഞ്ഞ ആ മന്ദിരത്തിനോട് തുല്യമായി, ആലയത്തിനോട് തുല്യമായി ഒരു ആലയം പണിയണമെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള ആ ബഡ്ജറ്റ് കൊണ്ട് കഴിയുകയില്ല. കാരണം വന്നതാരാണ്? വളരെ പാവപ്പെട്ട യഹൂദന്മാരാണ് വന്നേക്കുന്നത്. അപ്പോൾ അവർ ചിന്തിച്ചു, കാരണം സോളമൻ്റെ സുലൈമാൻ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഹിന്ദിയിലുള്ള വാക്കാണ്. സോളമൻ എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്കാണ് സുലൈമാൻ, അതുകൊണ്ടാണ് പല. അപ്പോൾ ഇവർ ചിന്തിക്കാൻ തുടങ്ങി, ഇറ്റ്സ് നോട്ട് പോസിബിൾ വിത്ത് അസ്, ബിക്കോസ് സോളമൻ പണിഞ്ഞ ആ ദേവാലയം എന്ന് പറയുന്നത് അതിൻ്റെ മഹത്വം അന്നത്തെ സമയത്ത് മുഴുവൻ ലോകവും കാണത്തക്ക രീതിയിലുള്ള മഹത്വമായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, ഇത്
നമ്മളാൽ പറ്റുന്നൊരു കാര്യമല്ല. ദേ ബിക്കേം ഡിസ്കറേജ്ഡ്. അടുത്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് വായിക്കാം, നാം വായിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം വായിച്ച ഭാഗത്തേക്ക് വരാം. 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ല. 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ കാലമായി. അപ്പോൾ 3-ാമതായി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ചിന്തിക്കുവാൻ തുടങ്ങി, ഓക്കെ, വി ഡോണ്ട് ഹാവ് ഇനഫ് മണി ടു കൺസ്ട്രക്ട് ദ ടെമ്പിൾ. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ സെറ്റിൽ ഡൗൺ ചെയ്ത് അവരുടെ പ്രയോറിറ്റീസ് ഒന്ന് ചേഞ്ചായി, ജീവിതത്തിലെ മുൻഗണന ഒന്ന് ചേഞ്ചായിട്ട് അവർ ചിന്തിക്കുവാൻ തുടങ്ങി. സ്വന്തം താല്പര്യത്തിന് വേണ്ടി ചിന്തിച്ചു അവർ വീട് പണിയാൻ തുടങ്ങി. വീട് പണിയുന്നതിനകത്തൊരു കുഴപ്പമില്ല, വീട് പണിയുന്ന ദൈവത്തിന് എതിർപ്പുള്ള കാര്യവുമല്ല. പക്ഷേ അവിടെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ കാലമായി. നമ്മളങ്ങനെ തട്ടിട്ട വീടുകൾ എന്ന് വായിക്കുമ്പോൾ ചിലപ്പം മനസ്സിലാവത്തില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാനൽഡ് ഹൗസ് എന്ന ഇംഗ്ലീഷിൽ വരും. പാനൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സീലിംഗ് നമ്മൾ വീട് പണിഞ്ഞിട്ടകത്ത് സീലിംഗ് കൊടുക്കത്തില്ലേ? കാരണം അധികം ചൂടടിക്കാതിരിക്കാൻ, ഡെക്കറേഷന് വേണ്ടി, കംഫോർട്ടിന് വേണ്ടി, ലക്ഷറി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അകത്ത് വളരെ മനോഹരമായ സീലിംഗ് കൊടുത്ത് മോടി പിടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ പറയുമ്പോൾ എന്താ പറയുന്നത്? ആലയം ശൂന്യമായിരിക്കെ ഈ ആലയം പണിയുവാനായി തിരികെ വന്ന ജനം ആലയം ശൂന്യമായി കിടക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടി വീടുകൾ പണിഞ്ഞു. അത് മാത്രമല്ല, അത് നല്ല കാര്യമാണ്. അതിനുശേഷം their focus has shifted to the material things. അവർ സ്വന്തം കാര്യം നോക്കി മെറ്റീരിയൽ തിങ്സിലേക്ക് അവരുടെ ആ ഫോക്കസ് മാറിക്കഴിഞ്ഞപ്പോൾ സ്പിരിച്വൽ കാര്യങ്ങൾ ഒരു സൈഡിലേക്ക് മാറ്റി. ഇന്ന് പലപ്പോഴും നമ്മുടെ മോഡേൺ ക്രിസ്ത്യൻ ലൈഫിൽ പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് താഴോട്ടുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ദൈവം നമ്മെ രക്ഷിച്ചു, വീണ്ടെടുത്തു. ദൈവം നമ്മെ വീണ്ടെടുത്ത് ദൈവത്തെ സേവിക്കാനായി വിളിച്ചു, വേർതിരിച്ചു. പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും, നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെ മുമ്പോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ we shift the focus of our life. പലപ്പോഴും ദൈവത്തിനും ദൈവിക കാര്യത്തിനും കൊടുക്കേണ്ടുന്ന മുൻഗണന നാം കൊടുക്കാതെ നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിനും വ്യക്തിപരമായ കംഫോർട്ടിനും വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ മറ്റ് കാര്യങ്ങളും ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് ഇവിടെ യഹൂദ ജനം ആയിപ്പോയി. അപ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കൂ. അതിനുശേഷം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. കാരണം ഇവർ ചിന്തിച്ചു, വ്യക്തിപരമായി നമ്മുടെ സ്വന്തം കാര്യങ്ങളെ മാത്രം നോക്കി നമുക്കിവിടെ സെറ്റിൽ ഡൗൺ ആയി ജീവിക്കാമെന്ന് തങ്ങൾ ചിന്തിച്ചപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചിലർ ചോദിക്കുന്നതായിട്ട്, എന്നെ ദൈവം അനുഗ്രഹിച്ചതിന് ശേഷം ഞാൻ ദൈവത്തെ വേണ്ട വിധം സ്തുതിക്കാം, അല്ലേ? എന്നെ ഇതുവരെ അങ്ങോട്ട് അനുഗ്രഹിച്ചില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ ദൈവത്തെ ഇങ്ങനെ സ്നേഹിക്കുകയോ സേവിക്കുകയോ ആരാധിക്കുകയോ ചെയ്യേണ്ടതെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ചില ഉത്തരം ഇവിടെ ദൈവം തന്നെ അവിടെ പറയുന്നുണ്ട്. നമുക്ക് 6-ാം വാക്യം മുതൽ എല്ലാവരും അവരുടെ ബൈബിളിലേക്ക് നോക്കി. അവിടെ 6-ാം വാക്യത്തിൽ ദൈവം ഇതിൻ്റെ മറുപടിയായി ചില കാര്യങ്ങൾ
നിങ്ങൾ വിതച്ചിട്ട് അല്പമേ കൊണ്ടുവരുന്നു, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല, കൂലിക്കാരൻ ഓട്ടസഞ്ചി ഇടുവാൻ കൂലി വാങ്ങുന്നു. അപ്പോൾ അവിടെ ആദ്യം വിതച്ചിട്ട് അല്പമേ കൊണ്ടുവരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഈ തിരികെ വന്ന ശേഷി ഈ ജനം അവിടെ വന്ന് അവർ കൃഷി ചെയ്യുവാൻ തുടങ്ങി, അവർ വിതച്ചു, അവർ വളരെയധികം പരിശ്രമം ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്ത് വിതയ്ക്കുവാൻ തുടങ്ങി. പക്ഷേ ഇവിടെ കർത്താവ് പറയുകയാണ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയതെന്നത് അല്പം മാത്രം. അതിനുശേഷമുള്ള വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്, പക്ഷേ ശരീരത്തിൽ കാണാനില്ല. ചിലം പറയാനില്ല, കൊച്ചിനെ എത്ര കൊടുത്തിട്ട് ഒരു ശരീരത്തിൽ കാണുന്നില്ല എന്ന് പറയത്തില്ല. ഇവിടെ അതാ സംഭവിക്കുന്നത്. ശരിക്കും കഴിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് കാണാനില്ല, പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വായിക്ക് നന്മയാൽ തൃപ്തി വരുത്തുന്നത് ആരാ? നന്മയോട് തൃപ്തി വരുത്തുന്നത് ആരാ? തൃപ്തി ആരാ നൽകുന്നത്? ജീവിതത്തിൽ തൃപ്തി നൽകുന്നത് ദൈവമാണ്. അപ്പൊ ഇവിടെ ഈ ജനം അവർ ആവശ്യത്തിന് ഭക്ഷിക്കുന്നുണ്ട്, പക്ഷേ അവിടെ അതിനൊന്നും പൂർത്തി വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പറയാം, പാനം ചെയ്യുന്നുണ്ട്, പക്ഷെ തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിര് മാറുന്നില്ല. വീണ്ടും 9-ാം വാക്യം മുതൽ നാം വായിക്കുകയാണെങ്കിൽ അവിടെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 9-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, 9-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം ആദ്യം നാം കണ്ടു, അവർ വിതച്ചു, പക്ഷെ കുറച്ചേ കൊണ്ടുവന്നു. കാരണം എന്താ? അവർ കിട്ടിയതെല്ലാം പതിരായി. നെല്ല് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നില്ല. നെല്ല് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ കൊയ്ത്തും അത് ഇങ്ങനെ പാറ്റുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. പണ്ട് പഴയ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ അതിങ്ങനെ ഞങ്ങൾ കൊയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് മെതിച്ചതിന് ശേഷം കാറ്റത്തിങ്ങനെ പിടിക്കും. അപ്പം കതിര് നല്ല വിത്ത് താഴെ വീഴും, നല്ല നെല്ലായിട്ട്. അപ്പം അതിലെന്താ? അതിങ്ങനെ പറന്നു പോകും. അപ്പം ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ ഒത്തിരി കിട്ടുമെന്ന് വിചാരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു, പക്ഷേ എന്താ കിട്ടിയത്? എല്ലാം പതിരായതുകൊണ്ട് അതങ്ങ് പറന്നു പോകും. 11-ാം വാക്യത്തിൻ്റെ അവസാനം വായിക്കുകയാണെങ്കിൽ, ആ വാക്യം മൊത്തം വായിക്കുകയാണെങ്കിൽ അവസാനത്തെ ഭാഗത്ത് അവിടെ പറയുകയാണ്, ഞാൻ വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. വറുതി എന്ന് പറഞ്ഞു ക്ഷാമം. ചില വാക്കുകൾ മലയാളത്തിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വറുതി എന്നാണ് പറഞ്ഞാൽ അറിയാം, അല്ലേ? ക്ഷാമം, ഡ്രൗട്ട്. അപ്പം ഇതാരാ കൊണ്ടുവന്നത്? ആദ്യം മുതൽ വായിച്ച വാക്യങ്ങളിൽ കർത്താവ് യഹോവയായ ദൈവം തൻ്റെ ജനത്തോടായി പറയുകയാണ്. ഇവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ മാറ്റി നിർത്തിയതിന് ശേഷം സ്വയമായി അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അവരധ്വാനിച്ചു, അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, അവർ വിതച്ചു, അവർ കൊയ്തു നോക്കിയപ്പോൾ അത് പതിരാണ്. അവർ ആവശ്യത്തിന് പണി ചെയ്തു, കൂലി കിട്ടിയപ്പോൾ ഓട്ടസഞ്ചിക്കകത്ത് നമ്മളെ കൂലിയിടുന്നതിന് തുല്യമായി തീർന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ വരവിനനുസരിച്ചല്ല ചെലവ്. ഇപ്പം പറഞ്ഞു വന്നെന്താണെന്ന് ചോദിച്ചാൽ, പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. നാം വളരെയധികം അധ്വാനിക്കുന്നു,
നാം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അനുഗ്രഹം പ്രാപിക്കുവാൻ പലപ്പോഴും കഴിയാതെ വണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു ക്ഷാമത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നു എങ്കിൽ ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോടായി ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യത നാം ആർക്ക് കൊടുത്തിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ മുൻഗണന നമ്മൾ ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കുന്നത് നമുക്ക് നന്നായിരിക്കും. കാരണം നാം വായിക്കുന്ന ഈ ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ ജനം ദൈവത്തിൻ്റെ ആലയം പണിയുവാനായി കടന്നു വന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആലയം ശൂന്യമായിരിക്കെ തങ്ങൾക്ക് വേണ്ടി കെട്ടിടങ്ങൾ പണിഞ്ഞു, വീടുകൾ പണിഞ്ഞു, അതിനാവശ്യമായ സകല സുഖ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് അതിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നു. അതിനോടൊപ്പം അവർ ചെയ്ത യാതൊരു പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ എന്തെങ്കിലും അനുഭവം പലപ്പോഴും ഉണ്ടോ? നമ്മൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല. നമ്മൾ അധ്വാനിക്കുന്നു, പക്ഷേ എല്ലാം വൃഥാവാണെന്ന് തോന്നുന്ന അനുഭവത്തിൽ കൂടെ നാം കടന്നു പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഹഗ്ഗായി പ്രവാചകനെ ദൈവം ഈ ജനത്തിൻ്റെ അടുത്തേക്ക് അയച്ചു. അപ്പോൾ അതാണ് നാം ആദ്യം വായിച്ച ഭാഗത്ത് കാണുന്നത്. ദാരിയാവേശ് രാജാവിൻ്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം ഉണ്ടായത്. അപ്പോൾ ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം ഈ കാര്യങ്ങളൊക്കെ ഉണർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജനം, ഈ ശേഷിപ്പുള്ള ജനം, ഈ മടങ്ങി വന്ന ജനം തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അനുദമിക്കുവാനും പശ്ചാത്തപിക്കുവാനുമായി തുടങ്ങി. 12-ഉം 13-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ യഹോവയെ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങിയതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവർ അപ്രകാരം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണി, അതിൻ്റെ അടിസ്ഥാനമാണ് ഏകദേശം BC 536 അതിൻ്റെ അടിസ്ഥാനമിട്ടു. ഇവിടെ ഹഗ്ഗായി പ്രവാചകൻ ഈ 1-ാം അധ്യായത്തിൽ പ്രവചിക്കുവാൻ കടന്നു വരുമ്പോൾ BC 520 ഏകദേശം 16 വർഷത്തോളം യഹോവയുടെ ആലയം ശൂന്യമായി കിടക്കുന്ന ഒരവസ്ഥ. അപ്പോഴാണ് ദൈവം ഈ ആലോചനയുമായി ഹഗ്ഗായി പ്രവാചകനെ അവരുടെ അടുത്ത് അയച്ചിട്ട് ചോദിച്ചതാ, ആരാ പറഞ്ഞത് ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ കാലമായി? പ്രിയ ദൈവമക്കളെ, നമ്മളെയും ദൈവം വിളിച്ചിരിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി നാം ജീവിക്കുക, ദൈവത്തിൻ്റെ ആലയത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുക, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനം അല്ലെങ്കിൽ മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം കാര്യങ്ങളെ ചെയ്യുക. അങ്ങനെ ചെയ്യാത്ത പക്ഷം നാം എന്ത് പ്രവർത്തിച്ചാലും അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുകയില്ല എന്ന് ഈ ഹഗ്ഗായി പ്രവചനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ജനം മാനസാന്തരപ്പെട്ടു. അപ്പോൾ അതിൻ്റെ മാനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ആദ്യം ദൈവം കൊടുത്തൊരു പ്രോമിസ്ഡാണ്. ദൈവം പറയാണ്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇവർ പ്രവാസത്തിൽ നിന്ന് കടന്നു വന്നപ്പോൾ ദൈവം അവരുടെ കൂടെ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷേ പതുക്കെ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തെ മറന്നുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ തുടങ്ങി. ദൈവത്തെ മറന്നുകൊണ്ട്
സ്വന്തമായി, നാം ദൈവത്തെ അറിയുന്ന ജനമായതുകൊണ്ട്, ദൈവത്തെ മറന്നുകൊണ്ട് നാം സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോയാൽ ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയുവാൻ കഴിയും, അത് ഒരിക്കലും നാം സക്സസ് ആകത്തില്ല, വിജയം വരികയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാം ശരിയായതിനു ശേഷമല്ല ദൈവത്തെ പിൻപറ്റുകയും ദൈവത്തിൻ്റെ പുറകാലെ പോകുന്നത്. ഞാൻ ഈ വചനം ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്ന സമയത്ത്, കാരണം ആദ്യത്തേവരുടെ പ്രശ്നം അവരുടെ ഫിനാൻസിനെ കുറിച്ചായിരുന്നു. ദേവാലയം പണിയുവാൻ, സോളമൻ രാജാവിന് തുല്യമായ ഒരു ദേവാലയം പണിയുവാൻ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള പ്രാപ്തിയില്ല എന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് ആ ദേവാലയ യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞു. ഒരു ദേവാലയത്തിൽ ഭണ്ഡാരത്തിനടുത്തിരുന്നപ്പോൾ ഒരു വിധവയായ സ്ത്രീ വന്നിട്ട് 2 പൈസയ്ക്ക് തുല്യമാണ്, അങ്ങനെ പൈസയായിരിക്കും, അതിന് ശേഷം 2 കാശെന്നിരിക്കുന്നു. പക്ഷെ അന്നത്തെ ഏറ്റവും ചെറിയ 2 തുകയാണ് 2 പൈസ. ഇവിടെ എത്ര പേര് ഒരു പൈസ കണ്ടിട്ടുണ്ട്? എനിക്ക് 5 പൈസ കണ്ട ഓർമ്മയുണ്ട്. ഒന്നിൻ്റെ അത്ര ഓർമ്മ വരുന്നില്ല, പക്ഷെ 5 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 5 പൈസ ഇവര് കൊണ്ടിട്ടത് അന്നത്തെ വ്യാപാരത്തിലിരിക്കുന്ന ഏറ്റവും ചെറിയ 2 പൈസ കൊണ്ടിട്ടു. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറയുന്നത്, മറ്റുള്ളവരെക്കാളെല്ലാം അധികമായി ഈ സ്ത്രീ നൽകി. തനിക്കുള്ളത് മൊത്തം, മറ്റുള്ളവരങ്ങനെ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുത്തപ്പോൾ തനിക്കുള്ളത് മൊത്തം, തൻ്റെ ജീവനാംശം മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിച്ച ഭണ്ഡാരത്തിലേക്ക് ഇട്ടു. പലപ്പോഴും ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അതിനുശേഷം ഈ അമ്മച്ചി എങ്ങനെയാണ് ജീവിച്ചത്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഇത് കണ്ടതാരാണ്? ഹല്ലേലൂയ. അമർത്തി കുലുക്കി കവിഞ്ഞു വീഴുവോളം കവിയോളം അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമുക്കെല്ലാം ലഭിച്ചതിന് ശേഷം നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ദൈവം പറയുക, നിങ്ങൾ ഒത്തിരി ചെയ്തു, പക്ഷെ എന്തെങ്കിലും സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നോ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കത്തുള്ളൂ. ഞാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്ഷാമത്തെ കൊണ്ടുവന്നത്. നിങ്ങൾ വിതച്ചപ്പോൾ നമുക്ക് വിതയ്ക്കാനേ കഴിയത്തുള്ളൂ, അല്ലേ? അതിനെ വി ഡോണ്ട് ഹാവ് എനി ടെക്നിക്ക്. നമ്മുടെ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ ഇതിനെ വളർത്തുമാറാക്കുന്ന? വളമൊക്കെ ഇടാം, പക്ഷേ നോ ടെക്നിക്ക്. ടെക്നിക്ക് ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അതിന് ഒറ്റ തത്വമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ദൈവത്തിനെ മുൻനിർത്തിക്കൊണ്ട് ദൈവത്തോടൊപ്പമുള്ള ഒരു യാത്രയായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ 13-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് ആദ്യമായി അവരോട് പറയുക, ഐ ആം വിത്ത് യു. ഇന്നത്തെ ആ ഇംഗ്ലീഷ് സോങ്ങിൽ റിപ്പീറ്റഡ്ലി ആ പാട്ടിലൊരു വാചകമായിരുന്നു, ഐ ആം വിത്ത് യു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, കാരണം ഈ 1-ാം അധ്യായത്തിൽ ഹഗായി പ്രവാചകനോട് കൂടെ ദൈവത്തിന്റെ ദൂത് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നത്, ദൈവം തന്നെ സംബോധന ചെയ്തിരിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ഈ ജനം അധൈര്യപ്പെട്ട് ദൈവത്തിന്റെ ഭവനം പണിയാതെ മാറി നിന്നപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ഓർത്തില്ല, 70 വർഷത്തെ ഈ 7 വർഷത്തെ ബാബിലോണിയ പ്രവാസത്തിന് ശേഷം നിങ്ങളെ മടക്കിക്കൊണ്ടുവന്ന ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഏത് ശത്രുവിന്റെ പോരുകളും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള കൃപ നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത ഈ ജനം മറന്നുപോയി തങ്ങളുടെ സ്വന്തം താല്പര്യത്തിലേക്ക് മാറുവാനിടയായിത്തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആദ്യത്തെ വാഗ്ദത്തം ഇതാ പറയുന്നത്, ഐ ആം വിത്ത് യു. 14-ാം വാക്യം വായിക്കുമ്പോൾ ആലയത്തിൻ്റെ വേല വീണ്ടും ആരംഭിച്ചു. നിങ്ങൾക്കറിയാമോ, BC 520 16 വർഷം മുടങ്ങിക്കിടന്ന ഈ ആലയത്തിൻ്റെ പ്രവർത്തനം ഹഗായി പ്രവാചകന്റെ പ്രവചനത്തിന് ശേഷം അവർ പണിയാൻ തുടങ്ങി. 4 വർഷത്തിനകം കൊണ്ടത് പൂർത്തി.
പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അത് തികയ്ക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വസ്തുത മറന്നു പോകരുത്. ഈ പ്രവൃത്തി നാം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ശക്തിയാലോ ബുദ്ധിയാലോ അല്ല, പിന്നെയോ ദൈവം പകർന്നിരിക്കുന്ന ശക്തിയാലെയാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ക്രിസ്തീയ ജീവിതത്തിൽ ഇവിടെയും നാം കാണുന്നത് പോലെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ കടന്നു വരും. പക്ഷേ ഓർക്കേണ്ടുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ഐ ആം വിത്ത് യു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അവർ വീണ്ടും പണിയാൻ തുടങ്ങി. 4 വർഷം കൊണ്ട് അത് പണിഞ്ഞു തീർത്തു. ചരിത്രം പറയുന്നത് BC 515 കാലഘട്ടത്തിൽ രണ്ടാമത്തെ യെരൂശലേം മന്ദിരം ദേവാലയം പണിതു തീർത്തു. പണിത് കഴിഞ്ഞപ്പോൾ ഇവരാദ്യമേ നിരാശരാകാൻ കാരണം പറഞ്ഞല്ലോ, ഇത് ചെറുതാണ്. ഈ രണ്ടാമത് പണിത ആ ദേവാലയം ചെറുതാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ അധികം പൈസ ഇല്ല, ഇതെങ്ങനെ പണിയുമെന്ന്. അപ്പം ദൈവം ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. മൂന്നാം വാക്യം ഒന്ന് വായിക്കാം. പെട്ടെന്ന് വായിച്ചു. ആരെങ്കിലും വായിച്ചു? ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു. ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലേ? ഇതായിരുന്നു അവരുടെ ആദ്യത്തെ പ്രശ്നം. അവരുടെ ആദ്യത്തെ പ്രശ്നം ഇത് തന്നെയായിരുന്നു. അവർ ചിന്തിച്ചു, ഞങ്ങളുടെ ഈ ഇപ്പോഴത്തെ ആ അവസ്ഥ വെച്ച് പണിയുകയാണെങ്കിൽ ആ പഴയ ദേവാലയത്തിന് തുല്യമായ ഒരു ദേവാലയം പണിയുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഇവിടെ കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. ചോദിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലേ? പക്ഷെ 9-ാം വാക്യത്തിലോട്ട് വരിക. അവിടെയാണ് ദൈവം പറയുന്ന ഒരു പ്രത്യേക ഒരു അനുഗ്രഹത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഒരു അത്ഭുതകരമായ കാര്യം. 9-ാം വാക്യം വായിച്ചേ. ത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പലത്തേതിലും വലുതായിരിക്കും. അതെന്താണെന്നറിയാമോ? ഈ ദേവാലയത്തിൻ്റെ മഹത്വം ഇവിടെ പറയുന്നു. പിന്നത്തെ മഹത്വം എന്ന് പറയുമ്പോൾ ചില കാലങ്ങൾക്ക് ശേഷം ഉണ്ടാകുവാൻ പോകുന്ന മഹത്വം മുമ്പത്തേതിലും എന്ന് പറഞ്ഞാൽ സോളമൻ പണിഞ്ഞ ആ ദേവാലയത്തിലും അധിക മഹത്വമുള്ളതായിരിക്കും എന്ന് ഇവിടെ പറയുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്നറിയാമോ? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാക്ഷാൽ മന്ദിരത്തിലും വലിയവനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ഇഹലോക ശുശ്രൂഷ കാലത്ത് ഈ ദേവാലയത്തിലാണ് യേശു കർത്താവ് ശുശ്രൂഷിച്ചത്. ഹല്ലേലൂയ. അത് കണ്ടുകൊണ്ട് ഹഗായി പ്രവചനത്തിൽ, പ്രവാചക പുസ്തകത്തിൽ പറയുക, ഇതിന് ആക്ച്വലി 2 പൂർത്തീകരണമുണ്ട്. ആദ്യത്തെ പൂർത്തീകരണം എന്താണെന്ന് ചോദിച്ചാൽ, നിവർത്തീകരണം എന്താണെന്ന് ചോദിച്ചാൽ, ദേവാലയത്തിലും വലിയവനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ദേവാലയത്തിൽ കാലുകൾ വെപ്പാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അതാണ് അതിൻ്റെ 1-ാമത്തെ മഹത്വം. 2-ാമത്തെ മഹത്വം എന്താണെന്ന് അറിയാമോ? സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സിംഹാസന രൂഢനായി ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ലോകത്തെ മുഴുവനും, ഹല്ലേലൂയ, രാജ്യം ഈ ലോകത്തെ മുഴുവനും വാഴുന്ന ഒരു കാലമുണ്ട്. അതും കൂടെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മളുടെ ആ ചെറിയ തുടക്കം, നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നത് വളരെ പരിമിതമാണ്. ഒന്നുമില്ല എന്ന് നാം ചിന്തിക്കുന്ന അനുഭവത്തെ പോലും ദൈവത്തിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാക്കി മാറ്റുവാൻ കഴിയുമെന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മുടെ ആ ചെറിയ ആരംഭത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ, അത് നമുക്ക് ഈ 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുന്നു. 23-ാം വാക്യം.
വാക്യങ്ങളൊന്ന് വായിച്ച്. അന്നാളിൽ സൈന്യങ്ങളുടെ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അതിൽ പശ്ചാത്തലത്തേക്ക് ഞാൻ പെട്ടെന്ന് ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രയേലിൻ്റെ യഹൂദയുടെ അവസാനത്തെ രാജാവ്, അതിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ രാജാവിന് തൊട്ട് മുമ്പുള്ള എന്ന് പറയുമ്പോൾ പ്രവാസത്തിലേക്ക് പോകുന്നതിന് അവസാനം ഭരിച്ച രാജാവിൻ്റെ തൊട്ട് മുമ്പുള്ള രാജാവിൻ്റെ പേരാണ് യഹോയാക്കീം. അപ്പോൾ ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 24-25 വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ യഹോവയായ ദൈവം യഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ കന്യാവ് എൻ്റെ കൈക്ക് മുദ്രമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ യഹൂദ രാജാക്കന്മാരെല്ലാവരും ദൈവത്തിന് വിരോധമായി ദൈവ വഴിപെട്ട് ജീവിക്കുകയും ഭരിക്കുകയും ചെയ്ത ഈ യഹൂദ രാജാക്കന്മാരോടായി ഏറ്റവും അവസാനത്തതിന് മുമ്പുള്ള രാജാവിനോട് ഒരു പ്രവചനമായി യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ കയ്യിൽ ഒരു മുദ്രമോതിരമായി ഇരുന്നാൽ പോലും ഞാൻ എന്താ ചെയ്യും, അതിനെ ഊരി എറിഞ്ഞു കളയുമെന്ന് ദൈവം പറഞ്ഞു. അത് ആക്ച്വലി രാജത്വവും എല്ലാം എറിഞ്ഞു കളയുന്നതിന് തുല്യമായ ചില വാക്കുകളാണ്. എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സെരുബാബേൽ ആരാണെന്ന് ചോദിച്ചാൽ, ആ ലൈനിൽ നിന്ന് ഈ സെരുബാബേലിന്റെ മുത്തച്ഛനായി ആരാണ്? ഈ പറഞ്ഞ യഹോയാക്കീം രാജാവ്. ഇവിടെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണ സെരുബാബേൽ നിന്നു ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം ഹഗായി പ്രവചനങ്ങളോട് പറയുകയാണ്, നിന്റെ കുടുംബത്തിൽ ഈ ദാവീദിന്റെ ലൈനിൽ നിന്ന് നിന്നെ എല്ലാം മാറ്റിയിരിക്കുക. നിന്റെ കുടുംബത്തിൽ വന്നിരിക്കുന്ന ആ ശാപത്തെ പോലെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റുമെന്നുള്ളൊരു വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ വംശാവലി എടുത്ത് നോക്കിയാൽ അവിടെ സെരുബാബേലിന്റെ പേര് നമുക്ക് കാണുവാൻ കഴിയും. അതെങ്ങനെയാ അവിടെ ആ പേര് വീണ്ടും വന്നതെന്താണെന്ന് ചോദിച്ചാൽ, പ്രിയ ദൈവമക്കളെ, ഈ മടങ്ങി വന്ന ശേഷിപ്പുള്ള ഈ ദൈവജനം തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പ്രവർത്തിച്ചിട്ടും ഒന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ലേ? വളരെയധികം നിരാശയിൽ കൂടി പലപ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമുക്കതിൻ്റെ ഒരനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ, യഹൂദജനത്തോടായി ഹഗായി പ്രവാചകൻ ചോദിച്ചതുപോലെ ഇന്ന് ദൈവജനത്തിൽ കൂടി എനിക്കും ചോദിക്കുവാനുള്ളത്, നമ്മുടെ വഴികളെ ഒന്ന് നോക്കുക. ജസ്റ്റ് ഇവാലുവേറ്റ് അവർ ലൈഫ്. നാം ദൈവത്തിന് മുൻതൂക്കം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവവചനം പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. Seek ye first his kingdom and his righteousness. അതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാകുന്ന നന്മകൾ പ്രാപിക്കുവാൻ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായി ഇവിടെ ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്, ദൈവത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ നീ മുന്നോട്ട് പോ. ബാക്കി കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ നിരാശപ്പെട്ടിരുന്ന യഹൂദജനം നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹഗായി പ്രവാചകന്റെ പ്രവചനമനുസരിച്ച് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ 4 വർഷത്തിനകം ആ മന്ദിരം, ദേവാലയം പണിയുവാനിടയായിത്തീർന്നു. ആ മന്ദിരത്തെ ദൈവം പഴയ മന്ദിരത്തെക്കാൾ ഏറ്റവും അധികം അനുഗ്രഹിച്ചു. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യേശുക്രിസ്തു ആ മന്ദിരത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും പ്രിയ ദൈവമക്കളെ, ദൈവിക അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ
നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന് മുൻതൂക്കം കൊടുക്കാം, ദൈവവേലയ്ക്ക് മുൻതൂക്കം കൊടുക്കാം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കും. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. അതിനുശേഷം നിങ്ങൾ വീട്ടിൽ പോയി അധ്യായം വായിക്കൂ. 2-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ദേവാലയം പണിയുന്നതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം ഒന്ന് നോക്ക്, എന്തിനെങ്കിലും കുറവുണ്ടോ? അവിടെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ വിതയ്ക്കുന്നതിന് അധികമായി കൊയ്യുന്നു. അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം ഒന്ന് നോക്കിയാൽ. പ്രിയ ദൈവമക്കളെ, കർത്താവിനെ കണ്ടുമുട്ടിയതിനു ശേഷമുള്ള നമ്മുടെ ജീവിതം എത്രമാത്രം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരുന്നു. നമ്മളെ തന്നെ സമർപ്പിക്കാം.